സോ തന്മാത്രം നമ്മളെല്ലാം കണ്ടൊരു ഫിലിമാണ് അല്ലേ? പക്ഷേ അതൊരു സാഡ് ഫിലിമായിട്ടാണ് കണ്ടത്. പക്ഷെ ഇറ്റ് വാസ് എ വാർണിംഗ് സൈൻ ടു യു യുവർ ഫാമിലി. അല്ല, പല സൈൻസും നമ്മൾ മിസ് ചെയ്തു. സോ അൾസൈമേഴ്സ് ഒരു ബ്രെയിൻ ഡിസീസാണ്. അതിന് ഓൾഡ് ഏജ് ആകുമ്പോൾ നമ്മുടെ നെർവ്സിനെ പയ്യെ ഡാമേജ് ആവുക. നമ്മുടെ ബ്രെയിൻ, തിങ്കിങ്, മെമ്മറി, ബിഹേവിയർ എല്ലാം എഫക്റ്റഡ് ആവും. അതിന് ഏറ്റവും വലിയ സിംറ്റമാണ് റീസെന്റ് മെമ്മറിയാണ് ആദ്യം പോകുന്നത്. അതുകൊണ്ടാണ് രമേശിന് പഴയ കാര്യങ്ങൾ ഓർമ്മ നിൽക്കുകയും തലേ ദിവസത്തെ കാര്യം ഓർമ്മയില്ലാതെ ഇരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരുന്നു ഇതിന്റെ സൈൻസ്? ഒന്ന്, ഏർലി സിംറ്റംസ്. രമേശിന് ആദ്യം ഫയൽ മറന്നു വെക്കുന്നു, കീ മറന്നു വെക്കുന്നു, സ്ഥിരം പോകുന്ന റൂട്ട് മറക്കുന്നു, ഡേയ്സ് മാറിപ്പോകുന്നു, വാക്കുകൾ തെറ്റിപ്പോകുന്നു. ഇതെല്ലാം ഏർലി സൈൻസ് ആണ്. ഇനി ഇതായിട്ട് രമേശൻ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ സ്ട്രെസ് ആയിട്ടാണ് ഡോക്ടർ കാണുന്നത്. ഇതും ഇടയ്ക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. മിസ് ഡയഗ്നോസിസ്. ഈ രണ്ടാമത്തെ മിഡിൽ സ്റ്റേജ്. അതിൽ ആളുടെ ഫാമിലിക്ക് വരുന്ന ചേഞ്ചസ് ആണ്. ഭാര്യ, മകൻ അവരൊക്കെ കെയർ ടേക്കറിന്റെ റോൾസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോഴേക്കും രമേശൻ പയ്യെ മകന്റെ മുഖം മറക്കുന്നു, വീട്ടിനുള്ളിൽ തന്നെ ആൾക്ക് വഴികളും സാധനങ്ങളും മറന്നു പോകുന്നു. അവസാനം വരെ രമേശനും അവസാനം വരെ ഈ അസുഖം കൂടെ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ടെർമിനൽ ഇൽനെസ്. സോ എന്തൊക്കെയാണ് ഈ മൂവിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത്? ഒന്ന്, ഇതിന്റെ പ്രോഗ്രഷൻ, എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളത്. രണ്ട്, കെയർ ഗിവേഴ്സിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, എങ്ങനെയാണ് ആ ഫാമിലി സ്ട്രഗിൾ ചെയ്തത്, ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ലാതെ. മൂന്നാമതായത് ഇതിന്റെ കൂടെയുള്ള സ്റ്റിഗ്മ, മിത്ത്, ഇതൊരു അസുഖമാണ് അല്ലെങ്കിൽ ഭ്രാന്തെന്ന അവസ്ഥയാണ് എന്നുള്ളത് മാറി ചിന്തിക്കാനുള്ളത് നമ്മളെ സഹായിച്ചു. ഇനി ആസ് എ സൈക്കാട്രിസ്റ്റ് രണ്ട് കാര്യങ്ങൾ എനിക്കിതിൽ അത്ര ആക്യുറേറ്റ് അല്ലെന്ന് തോന്നുന്നുണ്ട്. ഒന്ന്, രമേശിന് 40 വയസ്സായപ്പോഴാണ് ഈ അസുഖം ഉള്ളതായി കാണിക്കുന്നത്. യൂഷ്വലി ഇതൊരു 65 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് വരാറ്. ഏർലി ഓൺസെറ്റ് സിംറ്റംസ് അല്ലെങ്കിൽ ഏർലി ഡിമെൻഷ്യ റയറാണ്. ഇനി രണ്ടാമത്, റാപ്പിഡ് ആയിട്ടാണ്, വളരെ പെട്ടെന്നാണ് ഇതിലെ പ്രോഗ്രഷൻസ് കാണിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വർഷങ്ങളുള്ള പയ്യാണ് ഇതിന്റെ സിംറ്റംസ് മോശമായി വരിക. സോ റിമെമ്പർ, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കീസ് മറക്കുകയോ വാക്കുകൾ കിട്ടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഗെറ്റ് ദം ടെസ്റ്റഡ്. ഇറ്റ് മൈറ്റ് ബി ഏർലി ഓൺസെറ്റ് ഓഫ് അൾസൈമേഴ്സ് വിച്ച് ഹാസ് ട്രീറ്റ്മെന്റ് എടുത്താൽ ഇതിന്റെ പ്രോഗ്രഷൻ നമുക്ക് പയ്യെ ആക്കാൻ പറ്റും. സേവ് ദിസ്, ഷെയർ ദിസ് സോ ദാറ്റ് ഇറ്റ് മൈറ്റ് ഹെൽപ്പ് സംവൺ.